എൻ്റെ ജീവിതകഥ എനിക്ക് സ്വന്തമായിട്ട് പറയാൻ പോലുള്ള എനിക്ക് 3 മക്കളാണ്. ഞാൻ ജനിച്ചു വന്ന കഥ പറഞ്ഞില്ല. എൻ്റെ കല്യാണം കഴിച്ചിട്ട് മോണാണി എന്ന് പറഞ്ഞ ചെറിയൊരു എസ്റ്റേറ്റിലാണ് തോട്ടം തൊഴിലാളിയായിട്ട് ജോലി ചെയ്താണ് തൊഴിലെടുക്കാൻ പോയി. അങ്ങനെ അവിടെ ഭർത്താവിന് സുഖമില്ലാത്ത ഒരാളായിരുന്നു. ഫിക്സ് രസമായിരുന്നു തൊഴിലിങ്ങനെ. അങ്ങനെ പുള്ളിക്കാരൻ ഞാൻ കല്യാണം കഴിച്ച് ബാക്കി വിട്ട് അടുക്കളയ്ക്ക് തയ്യാറാവുകയും വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും സ്വത്തിന് വേണ്ടി തന്നെ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. എന്നെ എൻ്റെ പിള്ളേർ നല്ലപോലെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേന് പുള്ളിക്കാരൻ തന്നെ അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേന് എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പോഴും തന്നെ പോയി ആത്മഹത്യക്ക് തയ്യാറാ ചെയ്യും. അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ മരിച്ചിട്ട് എനിക്ക് 2000 വെച്ചാണ് 23 വർഷം. ഞാൻ എൻ്റെ പിള്ളേരെൻ്റെ മോൾക്ക് 8 വയസ്സുള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്ത് എൻ്റെ മക്കളെ വളർത്തിയത്. എൻ്റെ 3 മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് വലിയ പറ്റിയില്ല. എൻ്റെ മക്കളെ പഠിപ്പിച്ചത് നല്ല നിലയിൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റിയില്ല. ആ കൊച്ചുങ്ങളെ മോളെ 10-17 വയസ്സായപ്പോഴേ ഞാൻ കെട്ടിച്ചു വിട്ടു. എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് നോക്കി. 2 ആൺമക്കളെ അവരും കല്യാണം കഴിച്ചു. ഇളയ മോൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു. കോഴിക്കോടാണ് താമസിക്കുന്നത്. മോളെ കോഴിക്കോടാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ മൂത്ത മോനെ ഇവിടെ തിരുവനന്തപുരത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് വരാൻ കാരണം. പിന്നെ എൻ്റെ മോൻ കല്യാണം കഴിച്ച വീട്ടിൽ അവിടെ മോൻ്റെ വീട്ടിലെ മരുമകളുടെ വീട്ടിൽ മാനസികമായിട്ട് വീടൊന്നുമില്ല, മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ മോൻ ജോലി ചെയ്ത് കൊണ്ട് കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് കൊടുത്തിട്ടാണ് അവരെ നോക്കുന്നത്. അപ്പോൾ എന്നെ നോക്കാൻ അവന് കഴിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് അമ്മച്ചയെ നോക്കിയിരുന്നപ്പോൾ അവരുടെ മക്കളും കൂടെ ഒരുപാട് സഹായിച്ച്. എനിക്ക് കുറേ കടമുണ്ട്. കുറേ കടം മേടിച്ചൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടമൊക്കെ കൊടുക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാവരുടെയും കടം കൊടുത്ത് തീർക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു തീർക്കാൻ മേലാത്തൊരവസ്ഥയാണ്. ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെയാണ്. ഞാൻ ആരോടും പറയുന്നതിൻ്റെ സങ്കടങ്ങളൊക്കെ കൊണ്ടുവരും. എൻ്റെ സഹോദരങ്ങളെടുത്തോ അവരിൽ നിന്ന് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വരുമ്പോൾ ഒന്നും കേൾക്കില്ല, അന്വേഷിക്കത്തില്ല. എൻ്റെ അനുഭവം അന്വേഷിക്കാം. ഈ അമ്മച്ചിയുടെ മക്കളാണ് എന്നെ നല്ലപോലെ നോക്കുന്നത്. ഇപ്പോൾ ചെന്ന് ചോദിച്ചാലും എനിക്കെൻ്റെ ആവശ്യങ്ങൾക്ക് നോക്കി എനിക്ക് ഡ്രസ്സ് തരുന്നതിലും എനിക്ക് ഈ വീട് വാടകയ്ക്കെടുത്ത് വന്നതുകൊണ്ടാണ് എനിക്കൊരു മാസം കൊടുക്കാൻ പറ്റില്ല. അമ്മച്ചി മക്കളോടൊക്കെ പറഞ്ഞ് സഹായിക്കും. അങ്ങനെ ഒരുപാട് ദുഃഖത്തിലാണ്. ഈ ചെറിയൊരു കട കൊണ്ടുപോകുന്നുണ്ട്. കടയ്ക്ക് തന്നെ വാടക കൊടുക്കണം. ചില മാസം കൊടുക്കാൻ പറ്റുന്ന ഒരു വരുമാനമില്ല. പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ ഞാനും കൂടെ ചേർന്ന് നിന്നാണ് 2 പിള്ളേരെ വാഗമണിയിൽ നിന്ന് കൊണ്ടുവന്ന് അവരാണ് ഭക്ഷണമൊക്കെ അവരും ഭക്ഷണമൊക്കെ ഞാനാണ് കൂടുതലും ഭക്ഷണത്തിനോട് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല ടേസ്റ്റോടുകൂടി എല്ലാ ആൾക്കാരും നമുക്ക് കഴിക്കുന്നുണ്ട്. അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് പിടിച്ചേക്കാൻ എനിക്കിപ്പോൾ കിടക്കാനൊരു വീടില്ല, താമസിക്കാനൊരു വീടില്ലാത്തൊരവസ്ഥയാണ്. ഈ വീടാണ് ആവശ്യം താമസിക്കാൻ. അമ്മച്ചിയൊക്കെ 3 സെൻറ്റ് സ്ഥലം മേടിച്ചതെങ്കിൽ എനിക്കത് ഇത്രയും ദൂരമൊക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോയി കിടക്കാൻ പേടിയാണ്. ഇത്രയും ഞാൻ ഒരുപാട് എനിക്ക് പ്രയാസങ്ങളും കഷ്ടതകളുണ്ട്. എൻ്റെ മക്കളെ കൊണ്ടൊന്നും എനിക്ക് വരുമാനമൊന്നുമില്ല. മക്കളെ നോക്കണേ, അവർക്ക് അതിനുള്ള വരുമാനമില്ല. എനിക്ക് തരാനുള്ള ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അവരും കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത്. അവർക്ക് ഇങ്ങോട്ട് എനിക്കൊന്നും താമസം വായിക്കാനൊന്നും ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയ്യാഴികയൊക്കെ വരും. ഞാനിങ്ങനെ അതാരോടും പറയാതെ കൊണ്ട് ആണ് എനിക്ക് ജോലി ചെയ്യുന്നത്. അടുക്കളപ്പണി എന്ന് പറയുമ്പോഴത്തേന് അമ്മച്ചിയുടെ വീട്ടിലും ചിലപ്പോൾ പോയി ചെയ്ത് കൊടുക്കും. എൻ്റെ കാര്യങ്ങൾ കടയിലെ കാര്യങ്ങൾ നടത്തും.